കേരളത്തിലും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പിലാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അനർഹരെ പട്ടികയിൽ നിന്നും ഒഴിവാക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കർ അറിയിച്ചു. ഈ മാസം 20-ന് രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം ചേരും. എന്നാൽ രാജ്യവ്യാപകമായുള്ള പരിഷ്കരണത്തിനെതിരെ പ്രതിഷേധവുമായി മുന്നോട്ടു പോകാനാണ് ഇന്ത്യ സഖ്യത്തിന്റെ തീരുമാനം. കേരളത്തിൽ വോട്ടർ പട്ടിക പരിഷ്കരണത്തിനുള്ള തയ്യാറെടുപ്പുകൾ പുരോഗമിക്കുകയാണ്. അർഹരായ എല്ലാവരെയും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്നും ആർക്കും ആശങ്ക വേണ്ടെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കി. ഒരിക്കലും ഒരു ആശങ്ക വേണ്ട. ആർട്ടിക്കിൾ 326 അനുസരിച്ചിട്ട് ആ വോട്ടർ സിറ്റിസൺ ഓഫ് ഇന്ത്യ ആയിരിക്കണം, 18 വയസ്സും കംപ്ലീറ്റ് ആയിരിക്കണം, ഡിസ്ക്വാളിഫിക്കേഷൻ ആവാൻ പാടില്ല എന്നുള്ളതാണ്. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരമാണ് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ 12ാമത് രേഖയായി ആധാർ ഉൾപ്പെടുത്തിയത്. എന്നാൽ ആധാറിൽ എന്തെങ്കിലും സംശയം ഉദ്യോഗസ്ഥർ ഉന്നയിച്ചാൽ മറ്റ് രേഖകൾ ഹാജരാക്കേണ്ടി വരും. രാജ്യവ്യാപകമായി SIR നടപ്പാക്കാനുള്ള നടപടികൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വേഗത്തിലാക്കി. BJPക്ക് വിജയിക്കാനുള്ള കളമൊരുക്കുന്നതിന്റെ ഭാഗമാണ് SIR എന്ന് ജോൺ ബ്രിട്ടാസ് MP റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഇത് യഥാർത്ഥത്തിൽ ഒരു ജനാധിപത്യ പ്രക്രിയയ്ക്ക് അട്ടിമറി നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ്. ഇത് കേന്ദ്ര ഭരണകക്ഷിക്ക് വിജയിക്കാൻ വേണ്ടിയുള്ള കളമൊരുക്കലാണ്. റിപ്പോർട്ടർ, ഡൽഹി.